ഞാൻ ഇന്ന് വൈകിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ടെമ്പിൾ, അതായത് മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പോവുകയുണ്ടായി. ഓരോ തവണ പോകുമ്പോഴും വീണ്ടും വീണ്ടും പോകണം എന്ന ഒരാഗ്രഹം എനിക്കുണ്ടാകുന്ന ഒരു ക്ഷേത്രമാണ് മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. അതുപോലെ തന്നെ നിരാശകളകന്ന് പ്രതീക്ഷകളിലേക്ക്, ശുഭപ്രതീക്ഷകളിലേക്ക് നമുക്ക് ശുഭപ്രതീക്ഷകൾ ഉണ്ടാകുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. എല്ലാ ക്ഷേത്രങ്ങളും അങ്ങനെ തന്നെയാണ്. എങ്കിലും ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രമാണ്, അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ കുരുക്ഷേത്ര ഭൂമിയിൽ തളർന്ന പാർത്ഥന് സാരോപദേശം നൽകുന്ന അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡ നായകനായ ശ്രീകൃഷ്ണ പരമാത്മാവാണ് മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. അതുപോലെ തന്നെ കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനന് ഭഗവാൻ നൽകുന്ന സാരോപദേശമാണ് ഭഗവത്ഗീത എന്ന പേരിൽ പ്രസിദ്ധി ആർജിച്ചത്. ഒരു മനുഷ്യജീവിതത്തിൽ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും എങ്ങനെ സോൾവ് ചെയ്യാം, അല്ല എല്ലാ പ്രശ്നങ്ങളെയും എങ്ങനെ അഭിമുഖീകരിക്കാം എന്ന് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത എഴുതിയത് വേദവ്യാസ മഹർഷിയാണ്. അതുപോലെ തന്നെ മഹാഭാരതത്തിൻ്റെ ഹൃദയമെന്നറിയപ്പെടുന്നത് ഭഗവത്ഗീതയാണ്. മഹാഭാരതത്തിൻ്റെ ഹൃദയമെന്നറിയപ്പെടുന്നു ഭഗവത്ഗീത. ഓരോ തവണ പോകുമ്പോഴും വീണ്ടും വീണ്ടും പോകണമെന്ന് ആഗ്രഹം തോന്നിപ്പിക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. നല്ല പോസിറ്റീവ് അനുഭവങ്ങൾ, എനിക്ക് ഒരുപാട് പോസിറ്റീവ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. ഭഗവാന് അനന്തകോടി നമസ്കാരം.